നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ജ്യോതിഷ മാറ്റത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കാനായി പോകുന്നത്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, സർവ്വവിധ ഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്ന, ധാരാളം വിജ്ഞാനം നേടാനായി അനുഗ്രഹിക്കുന്ന, വിവാഹം, സന്താനഭാഗ്യം തുടങ്ങിയ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാരകത്വം നൽകുന്നതായ ഗ്രഹമാണ് വ്യാഴം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം. വ്യാഴം വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർരേഖയിലേക്കുള്ള സഞ്ചാരത്തിന് പ്രവേശിക്കുകയാണ്. ഇന്ന് ഡിസംബർ 5 തീയതി മുതൽ വ്യാഴത്തിൻ്റെ ഈ വക്രഗതി സഞ്ചാരം മാറി നേർരേഖയിലേക്കുള്ള സഞ്ചാരം, അതായത് ഈ നേർരേഖയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് നിമിത്തം വളരെ മാറ്റങ്ങൾ വന്നു ചേരുന്ന, പലതരം തടസ്സങ്ങളും ധനനഷ്ടവും മാനസിക സംഘർഷങ്ങളും അനുഭവിച്ച ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇവർക്ക് വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം, ഈ ഒരു മാറ്റം വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്തെന്നാൽ ഒരു ഗ്രഹം വക്രഗതിയിലായിരിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ താറുമാറാവുകയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതികൂലമായ ഫലങ്ങളായിരിക്കും ഒരു നക്ഷത്രക്കാരുടെ ജീവിതത്തിലും വന്നു ചേരുക. എന്നാൽ ഇവിടെ ഈ ഡിസംബർ 5 തീയതി മുതൽ വ്യാഴം നേർരേഖയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി തടസ്സങ്ങളൊക്കെയും നീങ്ങി ഭാഗ്യത്തിൻ്റെ കവാടമാണ് കുറച്ച് നക്ഷത്രക്കാരുടെ മുന്നിൽ തുറക്കാനായി പോകുന്നത്. ശുഭകരമായ ധാരാളം മാറ്റങ്ങളുണ്ടാകും. ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു സമയമാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് ഇന്നേ ദിവസം മുതൽ ആരംഭമാകാൻ പോകുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ്, അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന ഭാഗ്യ നിർണായകം ആണിവിടെ നടക്കുവാനായി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം കഴിഞ്ഞ് വ്യാഴം നേർരേഖാ സഞ്ചാരത്തിലേക്ക് എത്താൻ പോകുന്ന അല്ലെങ്കിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഡിസംബർ 5 തീയതി മുതൽ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് അതിന് മുന്നോടിയായി ഒന്ന് മനസ്സിലാക്കേണ്ടത് വ്യാഴത്തിൻ്റെ ഈ വക്രത എന്നാൽ എന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്നതാണ്. അതായത് വ്യാഴം പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്ന ഒരു പ്രതിഭാസത്തിനെയാണ് വക്രത എന്ന് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹം വക്രഗതിയിലായിരിക്കുമ്പോൾ അതിൻ്റെ ശക്തി വർദ്ധിക്കുമെങ്കിൽ പോലും ഫലങ്ങൾ പെട്ടെന്ന് ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കണമെന്നില്ല. അതുമാത്രമല്ല, വിപരീതമായ ചില ഫലങ്ങളുമായിരിക്കും നക്ഷത്രക്കാരിലേക്ക്, അതായത് മനുഷ്യരിലേക്ക് വന്നു ചേരുന്നത്. ഇവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി നാം കാണുന്നത് അല്ലെങ്കിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരമാണ്. അതിൽ നിന്നുണ്ടാകുന്നതായ ദോഷങ്ങളായിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊന്ന് വ്യക്തമാക്കാം. വരുമാനത്തിലുള്ള കുറവ്, അതായത് വരുമാനം വരെ നിലയ്ക്കപ്പെട്ട അവസ്ഥ, കൃത്യമായി പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി വരെ ഇല്ലാതായിട്ടുണ്ടാകും. ചെലവുകൾ വർദ്ധിക്കുന്നു, കടങ്ങൾ കൂടുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതായത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരിക, ആത്മവിശ്വാസക്കുറവ്, ദാമ്പത്യ ബന്ധങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, സന്താനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള പ്രശ്നങ്ങൾ, ജോലിയിൽ അംഗീകാരം കിട്ടാതിരിക്കുക, പ്രൊമോഷൻ വൈകുക, അങ്ങനെ തുടങ്ങിയ പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ച് ആ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന ആളുകൾക്ക് ഈ 5 തീയതി മുതൽ, അതായത് ഇന്നേ ദിവസം മുതൽ വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മാറി വ്യാഴം നേർരേഖാ സഞ്ചാരത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഊർജം വർദ്ധിക്കുന്നതാണ്. ശുഭഫലങ്ങൾ എല്ലാം തന്നെ ഒരു തടസ്സവുമില്ലാതെ നിങ്ങളിലേക്ക് ഒഴുകിയെത്താൻ പോവുകയാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി കൂടുതലായി ലഭിക്കാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക്. അപ്പോൾ ജാതകത്തിൽ നോക്കുമ്പോഴും ഈ ചില സുപ്രധാന സമയങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ. അതേപോലെയുള്ളൊരു സുപ്രധാന കാലഘട്ടമാണ് 2025 അവസാന മാസമായ ഡിസംബർ 5 മുതൽ തുടങ്ങുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പുതിയ ധാരാളം അവസരങ്ങൾ വന്നു ചേരും, ധനനേട്ടമുണ്ടാകുന്നതാണ്, ആത്മീയ ഉന്നമനത്തിൻ്റെയും കാലം കൂടിയാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വ്യാഴത്തിൻ്റെ ഈ നേർരേഖാ സഞ്ചാരം നിമിത്തം മഹാഭാഗ്യം ഇന്നേ ദിവസം മുതൽ തുടങ്ങുന്നതെന്ന് നോക്കാം. വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം നിമിത്തം ഭാഗ്യം തുടങ്ങുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് പുണർദമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് മുടക്കമുണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരുന്നു. മുടങ്ങിക്കിടന്നതായ എല്ലാവിധ കാര്യങ്ങളും പൂർവാധികം ഭംഗിയായി നിങ്ങൾക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് മികച്ചതായ പിന്തുണകൾ ലഭിക്കും. അത് നിങ്ങൾക്ക് കർമ്മമേഖലയിലും വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നതാണ്. പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിലൊക്കെ നിയമനം ലഭിക്കുക, അതായത് നിങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ജോലിക്ക് വരെ നിങ്ങൾക്ക് നിയമന അനുമതി നിങ്ങളെ തേടിയെത്തുന്നത്
നൽകുന്ന ദിവസം കൂടിയാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. സാമ്പത്തിക ഭദ്രത കൈവരുന്നതാണ്. വായ്പകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായ സമയമാണെങ്കിൽ അതിന് അംഗീകാരം കിട്ടാതെ ഇരിക്കുകയാണെങ്കിൽ, അതായത് ലോൺ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അംഗീകാരം വന്നു ചേരും. മുൻപ് ലഭിക്കേണ്ടിയിരുന്നതായ പണമൊക്കെ കിട്ടുവാനുള്ള, അതായത് പൂർവിക സ്വത്താണെങ്കിൽ പോലും അത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. കൂടാതെ വിവാഹം നടക്കാൻ കാലതാമസം നേരിട്ട ആളുകൾക്കാണെങ്കിലും അനുകൂലമായ ബന്ധങ്ങൾ ഇവിടെ വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാര നിമിത്തം വന്നു ചേരുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സന്താനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വിഷമതകളൊക്കെ മാറി കുഞ്ഞുങ്ങളില്ലാതെ വലയുന്ന ദമ്പതികൾക്ക് ഉത്തമ സന്താന യോഗം കൂടി ഇവിടെ വന്നു ചേരും. ഇവിടെ എടുത്തു പറയേണ്ട മാറ്റങ്ങൾ, നിങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയരുന്ന സമയമാണ്. തുടങ്ങുന്ന ഏതു കാര്യത്തിനും ദൈവീകത, അതായത് ദൈവത്തിൻ്റെ ഒരു പിന്തുണ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഒരു പുതിയ തുടക്കം എന്നതിലുപരി നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്ന സമയങ്ങൾ കൂടിയാണ് ഇന്ന് ഡിസംബർ 5-ാം തീയതി മുതൽ തുടങ്ങിയിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം നിമിത്തം ഭാഗ്യം തുടങ്ങിയിരിക്കുന്ന നക്ഷത്രക്കാരിൽ അടുത്ത നക്ഷത്രം, രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് ആയില്യമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. കൂടാതെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതിനുള്ള വഴി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ്. ഗവേഷകർക്കും വലിയ അംഗീകാരങ്ങളൊക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്ത പല കാര്യങ്ങൾക്കും അംഗീകാരം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിലും ഇന്നേ ദിവസം മുതൽ അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഏറെ നാളായി അലട്ടിയിരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ആശ്വാസം, മുക്തി, വിടുതലൊക്കെ വന്നു ചേരും. വ്യാഴം ആരോഗ്യത്തെ കൂടി ശക്തമാക്കുന്നതിനാൽ തന്നെ മാനസികമായും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാലം കൂടിയാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം മുതൽ തുടങ്ങുന്നത്. പുതിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ മനസ്സിന് ശാന്തി, കുടുംബത്തിലേക്ക് പുണ്യം എന്നിവ വന്നു ചേരും. പുതിയ ഗുരുക്കന്മാരെയൊക്കെ കണ്ടെത്താനും അവരിൽ നിന്ന് ചില ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കുറയുന്നതാണ്. പല വിധത്തിലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട്, അതൊക്കെ മാറി ശാന്തമാകുന്നതാണ്. നിയമപരമായ എന്തെങ്കിലും കാര്യങ്ങൾ, കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അനുകൂലമായ വിധി വന്നു ചേരും. നിങ്ങളുടേതായ മനസ്സിലുള്ള പലവിധ ആശയക്കുഴപ്പങ്ങളും മാറി ഭാഗ്യം തെളിയുകയാണ് ഇന്നു മുതൽ. അടുത്ത നക്ഷത്രമായി വരുന്നത് അനിഴമാണ്. വിദേശ യാത്രകൾക്ക് തടസ്സം നേരിട്ടവർക്ക് ഇനി വേഗത്തിൽ വിദേശത്തേക്ക് പോകാനുള്ള അനുമതി വന്നു ചേരുന്നതാണ്. ദൂരദേശങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്കും ഇനി വൻ ലാഭമുണ്ടാകുന്ന സമയമാണ്. വിദേശത്ത് നിന്ന് ചില ധനസഹായങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ വലിയ പുരോഗതി നിങ്ങൾക്കിനി ദൃശ്യമാകും. ഓഹരി വിപണിയിലോ നിക്ഷേപങ്ങളിലോ ഒക്കെ വളരെയധികം നേട്ടം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വ്യാഴം നേർരേഖ സഞ്ചാരത്തിൽ എത്തിയതിനാൽ തന്നെ വ്യാഴം നിങ്ങളുടെ ധനഭാവത്തിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് ധനം വർദ്ധിക്കുന്നതാണ്. കൂടാതെ കുടുംബത്തിൽ മറ്റുള്ള അംഗങ്ങളുമായി നിലനിന്നിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും നീങ്ങും. അടുത്ത ബന്ധുക്കളിൽ നിന്ന് വരെ ചില സഹായങ്ങൾ, സ്നേഹങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ വരെ വന്നു ചേരും. അത് ജീവിതത്തിൽ വളരെയധികം മുതൽക്കൂട്ടായി മാറുന്ന സമയം കൂടിയാണ് തുടങ്ങുന്നത്. മുൻപുള്ള സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. ചില അവസരങ്ങൾ, അതായത് ജോലിക്കുള്ള അവസരങ്ങൾ വരെ നിങ്ങളിനി തിരികെ തേടിയെത്തുന്നതാണ്. ബിസിനസ്സിലൊക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം വളരെ വലിയൊരു സ്വാധീനമാണ് എന്നീ ദിവസം മുതൽ ചെലുത്തുവാനായി പോകുന്നത്. നാലാമത്തെ നക്ഷത്രമായി വരുന്നത് രേവതിയാണ്. സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനവും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെയധികം അനുകൂലമായ സമയമാണ്. പുതിയ ചില പദവികളൊക്കെ ഏറ്റെടുക്കുവാനുള്ള ഭാഗ്യം കൂടി വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാര നിമിത്തം നിങ്ങൾക്കിന്നേ ദിവസം മുതൽ തുടങ്ങുന്നുണ്ട്. സ്വന്തമായി ഒരു വീട്, ഭൂമി, വാഹനം എന്നിവയൊക്കെ വാങ്ങുവാനുള്ള അല്ലെങ്കിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യം സമയം കൂടിയാണ്. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരും. നിലവിലുള്ള വീട് ഒന്ന് മോടി പിടിപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുകൂടി അനുകൂലമായ സമയമാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. ജീവിതത്തിൽ പൊതുവെ ഒരു സന്തോഷം, സംതൃപ്തി എന്നിവ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വ്യക്തമായൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകും. മുതിർന്നവരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് വളരെ ഒരു കരുതലായിട്ട്, തുണയായി കൂടെ ഉണ്ടാകുന്നതാണ്. ഭാഗ്യാനുഭവം ധാരാളം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ, നിങ്ങൾ നടക്കില്ല എന്ന് പോലും വിചാരിച്ചിരുന്ന പല സ്വപ്നങ്ങളല്ല യാഥാർത്ഥ്യമാകുന്ന സമയം കൂടിയാണ് ഇവിടെ വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാര നിമിത്തം ആരംഭമായിരിക്കുന്നത്.
അഞ്ചാമത്തെ നക്ഷത്രമായി വരുന്നത് മൂലമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി എല്ലാ കാര്യങ്ങൾക്കും നേരിട്ടുകൊണ്ടിരുന്ന തടസ്സങ്ങൾ പൂർണ്ണമായും നീങ്ങും. ഒരു നിർജീവ അവസ്ഥയിലായിരുന്നു നിങ്ങൾ മുന്നോട്ട് പോയിരുന്നു എന്ന് വെച്ചാൽ ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോയിരുന്നു. നിങ്ങളുടെ ഈ ജീവിതം വളരെ സജീവമായി മാറുന്ന സമയം കൂടിയാണിത്. വിവാഹം വൈകുന്ന ആളുകൾക്ക് ഉത്തമ വിവാഹം, അതേപോലെ നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്നതാണ്. വിവാഹ ജീവിതം വളരെയധികം നല്ല രീതിയിൽ ഐശ്വര്യപ്രദമായി മുന്നോട്ട് പോകുന്ന സമയങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. സ്വന്തമായി ഏതെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പറ്റിയ സമയമാണിത്. പുതിയ കോഴ്സുകളൊക്കെ പഠിക്കാനും തൊഴിൽപരമായ മാറ്റങ്ങളൊക്കെ വരുത്തുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സമയം കൂടിയാണ്. വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം നിമിത്തം ആരംഭമായിരിക്കുന്നത്. അനുകൂലമായ സമയമായതിനാൽ തന്നെ കർമ്മരംഗത്ത് വളരെ മികച്ച വിജയം നിങ്ങളെ തേടിയെത്തും. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ തിരികെ വരാനോ അതേപോലെ തന്നെ പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുവാനുമുള്ള ഭാഗ്യമാണ് ഇവിടെ വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം നിമിത്തം വന്നു ചേർന്നിരിക്കുന്നത്. ഇവിടെ വ്യാഴം നേർരേഖയിലേക്ക് വന്നു ചേരുമ്പോൾ ആ ശുഭഫലങ്ങൾ പൂർണ്ണമായി നമ്മളിലേക്ക് വന്നു ചേരാനും അതിനെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മൾ ദേവഗുരുവായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തേണ്ടതായുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർ മാത്രമല്ല, വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ നേരിടുന്നതായ ഏത് നക്ഷത്രക്കാർക്കും ചെയ്യാൻ സാധിക്കുന്നതായ ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി ഈ അധ്യായത്തിലൂടെ പറഞ്ഞുതരാം. അതിലാദ്യത്തേത് വ്യാഴാഴ്ച വ്രതമാണ്. അതായത് എല്ലാ വ്യാഴാഴ്ചകളിലും വ്രതമെടുക്കുന്നത് അത്യുത്തമമാണ്. വ്രതമെടുക്കാൻ സാധിക്കാത്തവർ ആ ദിവസങ്ങളിൽ മത്സ്യമാംസാദികളെങ്കിലും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൂർണ്ണമായൊരു വ്രതം സാധിക്കുന്നില്ലാത്ത പക്ഷം വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക അന്നേ ദിവസം, വ്യാഴാഴ്ച ദിവസം. കൂടാതെ വ്യാഴത്തിൻ്റെ ദേവത ഭഗവാൻ വിഷ്ണു ആയതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഏറ്റവും വലിയ ഒരു പരിഹാരമാകുന്നുണ്ട്. കൂടാതെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞപ്പൂക്കൾ, കടല, നെയ്യ് എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ദാരിദ്ര്യമുള്ള, അതായത് വിദ്യാർത്ഥികൾക്കോ ഗുരുക്കന്മാർക്കോ ഒക്കെ സഹായം ചെയ്യുന്നതും വളരെയധികം നിങ്ങളുടെ ജീവിതം ധന്യമാക്കുന്നതിന് സഹായിക്കുന്നതാണ്. കൂടാതെ മാതാപിതാക്കൾ, അധ്യാപകർ, അതല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ വഴികാട്ടിയായി നിന്ന ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുന്നതിനും അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങുന്നതിനും വ്യാഴാഴ്ച ദിവസം നിങ്ങൾക്ക് വളരെയേറെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ വ്യാഴത്തിൻ്റെ വക്രഗതി മാറി ഗുണകരമായ ഫലങ്ങൾ, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണകരമായ ഫലങ്ങളല്ല ദോഷഫലങ്ങളാണ് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോഴും ഇവിടെ കുറച്ച് നക്ഷത്രക്കാർക്കാണ് വ്യാഴം വളരെ അനുകൂലമായി മാറുന്നത്. അപ്പോൾ ഇത് പറയാത്ത, അതായത് ഇത് ഉൾപ്പെടുത്താത്ത നക്ഷത്രക്കാരുണ്ട്. അപ്പോൾ അവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതിയെ ഭജിക്കുന്നതും കൂടാതെ ഗണപതി അഷ്ടോത്തരം ജപിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. പരിഹാരങ്ങളാണ് ഇവിടെ പൂർണ്ണമായി പറഞ്ഞു തന്നത്. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഏത് പരിഹാരം ചെയ്യുമ്പോഴും വളരെയധികം പ്രാർത്ഥനയോടുകൂടി ചെയ്യണം എന്നതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഏവരും മനസ്സിലാക്കുക, ഡിസംബർ 5 ഇന്നു മുതൽ സംഭവിക്കുന്ന ഈ വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മാറി നേർരേഖാ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു വഴിത്തിരിവാകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ശുഭകരമായ ഫലങ്ങൾ വരട്ടെ. നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.